തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം മുന്നൊരുക്കങ്ങളുടെ പാളിച്ചെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതും തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുകയാണ്. എല്ലാവരെയും ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പുതിയ DCC പ്രസിഡന്റ് പറഞ്ഞു. തൃശ്ശൂരിൻ്റെ പുതിയ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് എന്നോടൊപ്പമുള്ളത്. പുതിയ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച്? തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ എല്ലാവരും എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് ഞാൻ തീർച്ചയായും 100% കൂടി ആത്മാർത്ഥത്തോടു കൂടി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ശാന്തമായ അന്തരീക്ഷമല്ല തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള, ഒരു കലുഷിതമായ അന്തരീക്ഷം തന്നെയാണ് കോൺഗ്രസിനകത്തും പൊതുവെ പാർട്ടി നേരിടുന്നതും. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനം നമുക്ക് പലപ്പോഴും നേരം വൈകുന്നു എന്നുള്ളതാണ്. അതിന് പരിഹാരം ഉണ്ടായാൽ തീർച്ചയായും ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അതാണ് ഏറ്റവും അധികം ഇവിടെ ഒരു പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയ ഒരു സംഭവം. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് ശരിക്കും പാർട്ടി പ്രവർത്തകർക്കായാലും അത് എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അത് പുറത്തു വരേണ്ടതല്ലേ? ശരി, ഏതിൻ്റെ രൂപത്തിലായാലും റിപ്പോർട്ടായാലും എന്ത് തന്നെയായാലും ഇതൊക്കെ നേതാക്കന്മാർ സ്ഥിരമായി ജില്ലയിൽ വരുമ്പോൾ സൂചിപ്പിക്കുന്നതാണ്. ഇതൊക്കെ ഒരു താൽക്കാലികമായ ഒരു പ്രതിഭാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ഗൗരവം കുറഞ്ഞു കാണുന്നില്ല. ഈ കെ മുരളീധരൻ തോൽവിക്ക് ശേഷം പറഞ്ഞത് ഇവിടെ നിന്നുള്ള നേതാക്കന്മാർ തന്നെ കാലുവാരി എന്നുള്ളതാണ്. ആ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അദ്ദേഹം അതിൽ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിലെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചല്ല ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചാണ്. ഏറ്റവും ധീരമായ ഒരു നിലപാടാണ് ശ്രീ കെ മുരളീധരൻ അതിൽ സ്വീകരിച്ചതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് വരുന്നത്, അതിലായിരിക്കും ആദ്യ കോൺസെൻട്രേഷൻ? തീർച്ചയായിട്ടും. അതിനിപ്പോൾ KPCC തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ആ കാര്യത്തിൽ പ്രഥമ പരിഗണന നൽകും. മുന്നേ തന്നെ വോട്ട് ചേർക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സ്ഥാനാർത്ഥിയെ കൂടെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഉൾപ്പെടെ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് ഉൾപ്പെടെ ആഴ്ന്നിറങ്ങാൻ തന്നെയാണ് പുതിയ DCC പ്രസിഡന്റ് ഒട്ടും സമയം കളയാതെ ആരംഭിക്കുന്നത്. MS ലിഷോയാണ് പുതിയ DCC പ്രസിഡന്റുമായി സംസാരിച്ചത്.